അപ്പോൾ ഈ പുണ്യാവശ്യക്കാരനായ മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയപ്പെട്ട റോഷനും കുടുംബവും സജീവമായിട്ട് CPM-ന്റെ സഹയാത്രികരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റിട്ട വ്യക്തി പുണ്യാവശ്യക്കാരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുണ്യാവശ്യക്കാരനായ മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിയോ ഇദ്ദേഹത്തിൻ്റെ കുടുംബമോ ഇദ്ദേഹത്തിൻ്റെ വാപ്പ മുസ്ലിം ലീഗ് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്, CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. ഈ റോഷൻ എന്ന വ്യക്തിക്ക് മുസ്ലിം ലീഗുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകൾ അത് ഒരു 15 വർഷം അതിൻ്റെ മുമ്പ് ഒരു MSF-ന്റെ ഒരു പദയാത്ര നടന്നപ്പോൾ ആ പദയാത്രയിൽ കയറി ഒരു ഫോട്ടോ എടുത്തതാണ്. അതല്ലാതെ ഈ മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഈ പറയപ്പെട്ട റോഷനും കുടുംബവും സജീവമായിട്ട് CPM-ന്റെ സഹയാത്രികരാണ്. പിന്നെ അതിന് ഈ ഞായറാഴ്ച ഈ പോസ്റ്റർ വന്നതിൻ്റെ ഒരു സ്റ്റൈല് കണ്ടറിയാം. ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളാണ് ഇത് മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റർ വന്നു, ഒരു ലക്ഷക്കണക്കിന് ഫേക്ക് ഐഡികൾ ഉണ്ടാവും. അതിന്ന് ഈ ഒരു ID-യിൽ ഈ ഷാനു എന്നുള്ള ഈ ID-യിൽ ഈ പോസ്റ്റ് വന്നു എന്നുള്ളത് അറിയലും ഈ ലിങ്ക് പ്രചരിപ്പിക്കുകയും മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ മാത്രമാണ്. അത് 1.5-2 മണിക്കൂറിന് ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പരാതി ചെന്ന മുറക്ക് ഇതെല്ലാവരും ഇവർ ഡിലീറ്റ് ചെയ്തു. ഇപ്പോഴാണ് ഇവർ സജീവമായിട്ട് ഇവന് LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ സഹയാത്രികനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ പഴയ 15 കൊല്ലം മുമ്പുള്ള ഈ പോസ്റ്ററുകൾ, ഞങ്ങളെ കയ്യിലും കൂടിയും ഈ പോസ്റ്ററുകളില്ല, ഇവരിത് പ്രചരിപ്പിക്കുന്നത് അത് ആസൂത്രിതമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കേസ് വന്നോ ഇതിൻ്റെ ഒരു രീതി കണ്ടറിയാം. ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കണു, ആദ്യം ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കണു, അത് കഴിഞ്ഞിട്ട് റോഷൻ്റെ പേര് വന്നു, റോഷനാണ് പ്രതിയെന്ന് മനസ്സിലായപ്പോൾ ഇത് ചെയ്തിടക്കെ ഇത് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.